ചില പ്രശ്നം പറഞ്ഞവരെ ഇന്നത്തെ 2 വായനകളിൽ നമ്മൾ വായിച്ചു കേട്ടത് അസൂയ എന്നൊരു പാപത്തിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ വായനയാണ്. അവിടെ നമ്മൾ കാണുകയാണ് പത്രോസിലെ നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലെങ്കിലും പതിക്കാൻ വേണ്ടിയിട്ട് രോഗികളെ വഴിയരികിൽ കൊണ്ട് കിടത്തിയിരുന്നു എന്ന് പറയുന്നു. പത്രോസിലെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നിഴല് പതിച്ചിരുന്ന രോഗികളൊക്കെ എല്ലാവർക്കും സൗഖ്യം ലഭിച്ചിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ്. സദുക്കായർ ഇത് കണ്ട് ഈ അസൂയ നിമിത്തം പത്രോസിനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് ഈശോ കൈ ശോഷിച്ചവരുവിനെ സുഖപ്പെടുത്തുന്നതാണ്. സാബത്ത് ദിനത്തില് ഈശോ കൈ ശോഷിച്ചവരുവിനെ സുഖപ്പെടുത്തുന്നു. ഫരിസേയർ ഇത് കണ്ട് എന്ത് ചെയ്യുന്നു? ഫരിസേയർ ഈ ഈശോയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചന നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ 2 വായനകളിലും ഈ അസൂയ എന്ന് പറയുന്ന ഒരു പാപത്തെ പറ്റി പറയുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തില് അസൂയ എന്നുള്ളൊരു പാപമുണ്ട്. മറ്റുള്ളവർ നന്നാവുന്നത് കാണുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നശിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവർ വിജയിക്കുന്നത് കാണുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പരാജയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവൻ്റെ വിജയങ്ങളിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ആ അസൂയ എന്നുള്ളൊരു പാപം നമ്മുടെ ഉള്ളിലുമുണ്ട് എന്നുറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട്